നമസ്കാരം. പാകിസ്ഥാനിൽ ആര് ഭരണാധികാരിയായി വരണമെന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ വൈറ്റ് ഹൗസിന് കാര്യമായ പങ്കുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. പാകിസ്ഥാൻ മുൻ ഭരണാധികാരി ഇമ്രാൻഖാൻ തന്റെ ഭരണകാലത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു. അമേരിക്കയുടെ സൗത്ത് സെൻട്രൽ ഏഷ്യൻ പ്രതിനിധിയായ ഡൊണാൾഡ് ലു തന്റെ സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അന്ന് ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നത്. ആദ്യം അത് വിവാദപരമായ ഒരു പ്രസ്താവനയായിരുന്നെങ്കിലും പിന്നീട് അത് സത്യമായി മാറി. അതേപോലെ തന്നെയായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞതും. ഇമ്രാൻഖാനും ഷെയ്ഖ് ഹസീനയും ഒരേപോലെ തന്നെ അമേരിക്കയുടെ സ്വാധീനത്താൽ ഭരണം നഷ്ടപ്പെട്ടവരാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നത് പഴയ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫാണ്. പാക് സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ ഗവൺമെന്റിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പാക് സൈന്യത്തിനെതിരെ ഇമ്രാൻഖാൻ നടത്തിയ ചില നീക്കങ്ങളാണ് അദ്ദേഹത്തെ തന്നെ ജയിലിലാക്കിയത്. അദ്ദേഹത്തിന്റെ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫ് ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായതുപോലെ തന്നെയാണ്. കാരണം തെഹ്രീക്ക് ഇൻസാഫിന്റെ മിക്ക നേതാക്കളും ഇപ്പോൾ ജയിലുകളിലാണ്. പാകിസ്ഥാൻ ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും പാക് സൈന്യത്തിന്റെയും അടിച്ചമർത്തലിൽ തെഹ്രീക്ക് ഇൻസാഫ് എന്ന പാർട്ടി ക്ഷയിച്ചെങ്കിലും അനുയായികളുടെ കാര്യത്തിൽ ഇമ്രാൻഖാന് പാകിസ്ഥാനിൽ ഇപ്പോഴും ഒട്ടും കുറവില്ല. കുറേയേറെ നാളുകളായി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമ്രാൻഖാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി റിച്ചാർഡ് ഗ്രെനലിന്റെ ട്വീറ്റുകൾ ഏറെ വൈറലായിരുന്നു. ആദ്യമൊന്നും ഗ്രെനലിന്റെ ട്വീറ്റുകൾക്ക് അത്ര പ്രാധാന്യം ലഭിച്ചിരുന്നില്ലെങ്കിലും ഗ്രെനൽ ട്രംപിന്റെ പ്രതിനിധിയായതോടെ കാര്യം വളരെയധികം സീരിയസ് ആയി മാറുകയായിരുന്നു. പാകിസ്ഥാനെ പറ്റി രണ്ട് വ്യത്യസ്ത നയങ്ങളാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും പിന്തുടരുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വരുന്നതോടെ ഇമ്രാൻഖാന്റെ മോചനത്തിന് വഴിയൊരുങ്ങുമോ എന്ന കാര്യമാണ്. ഏതായാലും ഗ്രെനലിന്റെ പ്രസ്താവന വന്നതോടുകൂടി ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഗവൺമെന്റ് ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും ഇമ്രാൻഖാനും തമ്മിൽ നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിച്ചിരുന്നത്. നേരത്തെ ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഐ ട്രസ്റ്റ് ദിസ് ജെന്റിൽമാൻ എന്ന് ട്രംപ് ഇമ്രാൻഖാനെ കുറിച്ച് പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതോടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇമ്രാൻഖാന്റെ മോചനത്തിനായി വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പാകിസ്ഥാനിൽ പുതിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വഴിതെളിക്കും. അമേരിക്കൻ മുസ്ലിംസ് ഫോർ ട്രംപ് എന്ന സംഘടനയുടെ നേതാവായ സാജിദ് തരാർ പറയുന്നതനുസരിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇമ്രാൻഖാന്റെ മോചനത്തിനായി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഒന്നും ഉണ്ടാവുകയില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ മുഴുവൻ ഫോക്കസും ബംഗ്ലാദേശിന്റെ കാര്യത്തിലായിരിക്കും. മുഹമ്മദ് യൂനിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും സുഖകരമല്ല. മുഹമ്മദ് യൂനിസിനെ ക്ലിന്റന്റെ അടുത്ത ആളായിട്ടാണ് അറിയപ്പെടുന്നത്. കൂടാതെ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് പല പ്രാവശ്യം മുഹമ്മദ് യൂനിസ് സംസാരിച്ചിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇമ്രാൻഖാന്റെ ജയിൽ മോചനത്തെക്കാൾ ആദ്യം നടക്കുക മുഹമ്മദ് യൂനിസിന്റെ സ്ഥാനചലനമായിരിക്കും.